ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അകാല നിരക്കും അതുപോലെ തന്നെ വയസ്സായിട്ട് 50 വയസ്സോ 70 വയസ്സൊക്കെ ആയിട്ട് നിരക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു ഹെയർ ഓയിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ഓയിൽ കൊണ്ട് നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടും കേട്ടോ. 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കണം. നന്നായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കെമിക്കലൊന്നും തന്നെ ഇതിൽ ചേർക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. കരിഞ്ജീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാണ്ടാവും. അതുപോലെ തന്നെ പിന്നെ കടുകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഉലുവയാണ്. ഇതൊക്കെ തന്നെ മുടി കറുപ്പാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിയുടെ ഒരുപാട് ദോഷങ്ങൾക്കൊക്കെ ഫലം കിട്ടും കേട്ടോ. മുടി കൊഴിച്ചിലായാലും മുടിയുടെ അറ്റം പിളരനും അതുപോലെ തന്നെ മുടി വളരാനും ഒക്കെ തന്നെ ഇത് നല്ലതാണ്. ഇനിയിപ്പോൾ ഞാനൊരു പഴയ ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഒരു അലുമിനിയം ചട്ടിയാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കണമായിരിക്കും കേട്ടോ ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ ഇവിടെ അല്ലാത്തതുകൊണ്ട് അത് എടുത്തോന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ കടുകാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ മൂന്നും ഒരേ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് വറുക്കെടുക്കുന്ന സമയത്താണ് കേട്ടോ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തന്നെ ഗ്യാസ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടൊന്നും വറുത്തെടുക്കരുത്. ഇപ്പോൾ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സാവധാനം പോലെ ചെയ്തെടുത്താലാട്ടോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ സാവധാനം പോലെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം എടുക്കും, ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഫുൾ ഫ്ലെയിമിലിടാതെ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റൊക്കെ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നല്ലോണം തന്നെ വറവായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്തും ഇരുമ്പിൻ്റെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു തവി എടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 250 മില്ലി അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ളതായിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിക്കണതല്ല. അപ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുക. അപ്പോൾ അത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കത്തിക്കാവും. ഇതിൽ ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ 100 മില്ലി വെളിച്ചെണ്ണ 100 മില്ലി കടുകെണ്ണ എന്ന തോതിൽ നമുക്ക് ഇതാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ആവണക്കെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആവണക്കെണ്ണ ചേർക്കുക ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം. അങ്ങനെ 3ഉം കൂടി മിക്സ് ചെയ്തിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ 2 എണ്ണം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചേർത്തു. ഞാൻ വെളിച്ചെണ്ണ മാത്രമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് വെളിച്ചെണ്ണയ്ക്കും. വെളിച്ചെണ്ണ മാത്രമായി കഴിഞ്ഞാലും നന്നായിട്ട് തന്നെ നമ്മുടെ മുടി കറുപ്പാവാനും നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. മുടി സ്ഥിരമായിട്ട് നമ്മളിത് യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കറുപ്പായിരിക്കും. അതുപോലെ തന്നെ അകാല നിരക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഞാൻ സാവധാനമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഫക്കെട്ട് അതുപോലെ തന്നെ നീരിറക്കത്തിൻ്റെയൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ മുടിക്കും നല്ലതാണ്. കുറച്ച് പനിക്കൂർക്കയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഒരു 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കൈപ്പിടി ഞാൻ തുളസിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുടിക്കും നല്ലതാണ്. അതുപോലെ തന്നെ നീരിറക്കത്തിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പോകാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2 പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ചതാണെങ്കിൽ അത്ര നല്ലതല്ല. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. കറിവേപ്പില നമ്മുടെ മുടി കറുപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് മൈലാഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പിടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ മൈലാഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ ഇലകളൊക്കെ ഒന്ന് മൊരിഞ്ഞും പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ റെഡി ആയിട്ടോ. പിന്നെ ഒരുപാട് സമയമൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇലകളൊക്കെ നന്നായിട്ട് ഇലകളുടെയൊക്കെ സത്ത് ആ എണ്ണയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ സമയത്തൊക്കെ നമ്മൾ ഗ്യാസ് സിമ്മിലിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഓയിലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നുള്ള്
ചെറിയ ജീരകം, ഒരു നുള്ളു കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ മിസ്സായതാണ്. അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. നമ്മൾ എണ്ണയൊക്കെ കാച്ചെടുക്കുന്ന സമയത്ത് നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് അതുകൂടി ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇലകളൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല. ഒരിളം ചൂടോട് കൂടി നമുക്കിതിലേക്ക് 2 ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടില്ല, ഒരു ചൂടുണ്ട്. കുറച്ച് ചൂടുള്ളൊരു സമയത്താട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടി, 1 ടീസ്പൂൺ നീലയമരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മുടിക്ക് വിചാരിച്ച അത്രയും കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുക. നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 1 മണിക്കൂർ മുന്നേ, കുളിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നമ്മളിത് തലയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ തേച്ച് കൊടുത്തിട്ട് കുളിച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ മുടിക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് വരിക. അപ്പോൾ ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി നമ്മൾ എണ്ണയിൽ തന്നെ ആദ്യം ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് രണ്ടും ആദ്യം ചേർക്കരുത്, അവസാനം ഒരു ഇളം ചൂടോട് കൂടി വേണം കേട്ടോ ഈ നീലയമരിപ്പൊടിയും ഹെന്ന പൗഡറും ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ നമ്മുടെ എണ്ണ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ എണ്ണയുടെ ഒരു രീതി ഈ രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ എണ്ണ കാച്ചി തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടും ഇത് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും തന്നെ തലയുടെ നെറുകിലൊന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. നമ്മുടെ നിറച്ച മുടിയുടെ ഭാഗങ്ങളിൽ നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് 1 മണിക്കൂറിന് ശേഷം കുളിച്ച് കൊടുത്താൽ മതി. നല്ലോണം തന്നെ നമ്മളിതൊരു 2 ആഴ്ചയൊക്കെ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. കറുപ്പ് മാത്രമല്ല കേട്ടോ, മുടിയുടെ വളർച്ചക്കും കൂടി നല്ലതാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.